ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്നവർ, ലോകം മുഴുവൻ കാൽക്കീഴിലായി കൊണ്ടു നടന്നവർ ഇന്ന് പരാജയത്തിന്റെ കയ്പുനീര് നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തിന്റെ നെറുകയിലിരുന്ന ആ മഹാരാജ്യത്തിന് പക്ഷേ പല തിരിച്ചടികളും നേരിടേണ്ടതായി വന്നു. ഇപ്പോൾ ഇതാ റഷ്യയോടും ചൈനയോടും യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണവർ. എന്താണ് ബ്രിട്ടന് ചൈനയും റഷ്യയുമായി നിലനിൽക്കുന്ന പ്രശ്നമെന്ന് നമുക്ക് പരിശോധിക്കാം. ബ്രിട്ടന്റെ ഇന്നത്തെ ഗതി അമേരിക്കയ്ക്ക് ഒരു പാഠമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോകശക്തികളായ റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ ബ്രിട്ടൻ തിരിഞ്ഞിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കും എതിരായ സൈബർ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി രംഗത്തെത്തിയതോടെ പുതിയ യുദ്ധ പ്രഖ്യാപനമാണ് ലോകം കേട്ടത്. രാജ്യത്തിന്റെ പുതിയ സൈബർ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് കമാൻഡിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനവുമായി അദ്ദേഹം രംഗത്തെത്തുന്നത്. കീബോർഡ് ഇപ്പോൾ യുദ്ധത്തിനുള്ള ഒരു ആയുധമാണെന്ന് ഹീലി അവകാശപ്പെട്ടതായി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രിട്ടനിന്റെ പുതിയ സൈബർ കമാൻഡ് പ്രതിരോധപരവും ആക്രമണപരവുമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുമെന്നും ആക്രമണങ്ങളെയും പ്രചാരണ വ്യാപനത്തെയും തടസ്സപ്പെടുത്തുന്നതിനായി ശത്രു സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് റഷ്യ ചൈന രാജ്യങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണെന്നും ജോൺ ഹീലി ചൂണ്ടിക്കാണിച്ചു. മറ്റു രാജ്യങ്ങളിൽ ബ്രിട്ടൻ ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ളതായിരുന്നു ജോൺ ഹീലിയുടെ പ്രസ്താവന. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകൾക്കെതിരായ സൈബർ പ്രവർത്തനങ്ങൾ ബ്രിട്ടനിലെ മന്ത്രിമാർ മുമ്പ് സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും മറ്റ് രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അവർ ഇതുവരെ പരസ്യമായി അംഗീകരിച്ചിട്ടില്ലായിരുന്നു. സൈനികർക്കും ചാരവിമാനങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കുമിടയിൽ രഹസ്യാന്വേഷണ പങ്കിടൽ സാധ്യമാകുന്നതിനായി ഒരു ഡിജിറ്റൽ ടാർഗറ്റിംഗ് വെബിനായി ബ്രിട്ടീഷ് സർക്കാർ £1 ബില്യൺ കൂടുതൽ, അതായത് $1.35 ബില്യൺ അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ബ്രിട്ടനിൽ ഒരു തന്ത്രപരമായ പ്രതിരോധ അവലോകനം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഹീലിയുടെ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത്. റഷ്യയും ചൈനയും ചേർന്ന് ബ്രിട്ടനെതിരെ നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന സൈബർ ആക്രമണങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെയും ദൈനംദിന ജീവിതത്തിന്റെയും അടിത്തറയ്ക്ക് ഭീഷണിയാകുന്നു എന്നാണ് വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന അവലോകനത്തിൽ പറയുന്നതെന്ന് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന ആരോപണങ്ങൾ റഷ്യയും ചൈനയും നിരന്തരം നിഷേധിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് ഇരു രാജ്യങ്ങളും വാദിക്കുന്നത്. കൂടാതെ റഷ്യക്കെതിരെ പടിഞ്ഞാറൻ യൂറോപ്പിന്റെ തുടർച്ചയായ സൈനികവൽക്കരണവും ആക്രമണാത്മക റഷ്യൻ വിരുദ്ധ നിലപാടും അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല, ഏതെങ്കിലും പാശ്ചാത്യ രാജ്യത്തോട് ശത്രുതാപരമായ ആക്രമണ ഉദ്ദേശമില്ലെന്നും റഷ്യ ആവർത്തിച്ച് അറിയിച്ചിട്ടുമുണ്ട്. റഷ്യയുമായോ ചൈനയുമായോ യുണൈറ്റഡ് കിങ്ഡം സജീവമായ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. പഴയ പ്രതാപം നഷ്ടപ്പെട്ട ബ്രിട്ടനെ സംബന്ധിച്ച് ഇത് അവരുടെ പ്രതിരോധം കൂടിയാണ്. എന്നിരുന്നാലും വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, തന്ത്രപരമായ മത്സരങ്ങൾ, പരസ്പര വിരുദ്ധമായ മൂല്യങ്ങൾ എന്നിവ ബന്ധങ്ങളിൽ ഗണ്യമായ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എന്താണ് ഈ രാജ്യങ്ങൾക്കിടയിലെ യഥാർത്ഥ പ്രശ്നം? നമുക്കൊന്ന് നോക്കാം. റഷ്യയുടെ ഉറച്ച വിദേശ നയം, പ്രത്യേകിച്ച് ഉക്രൈനെതിരായ അധിനിവേശം UK ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും അതിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവും പരമ്പരാഗതമായി UKയുടെ പരിധിയിലേക്കുള്ള മേഖലയിലേക്ക് വ്യാപിച്ചു കിടക്കുന്നതാണ്. അമേരിക്കയുമായും ഓസ്ട്രേലിയയുമായുള്ള ഒരു ത്രികക്ഷി സുരക്ഷാ പങ്കാളിത്തമായ AUKUS സഖ്യത്തിലെ UKയുടെ ഇടപെടൽ സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ലക്ഷ്യമിടുന്നത്. ചൈന പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്തുന്നുവെന്ന അംഗങ്ങൾക്കിടയിലുള്ള ധാരണയ്ക്കുള്ള പ്രതികരണമായിട്ടാണ് ഈ പങ്കാളിത്തം വ്യാപകമായി കാണപ്പെടുന്നതും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട വിഷയമാണ് തായ്വാനും സംഘർഷ സാധ്യതയും. UK ചൈന ബന്ധങ്ങളിൽ തായ്വാൻ ഒരു പ്രധാന പൊട്ടിത്തെറിയാണ് പ്രതിനിധീകരിക്കുന്നത്. തായ്വാനിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെ UK പിന്തുണയ്ക്കുന്നതും ചൈനയുടെ സൈനിക നിലപാടുകളോടുള്ള എതിർപ്പും പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. വ്യാപാരം, സാങ്കേതികവിദ്യ, ചൈനയും റഷ്യയും ഉയർത്തുന്ന സങ്കര ഭീഷണികളെ നേരിടൽ എന്നിവയിൽ തായ്വാന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചുള്ള UKയുടെ അവബോധം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. തായ്വാന് ചുറ്റും ചൈന നടത്തുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസങ്ങളിൽ UKയുടെ വിദേശകാര്യ ഓഫീസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവയെ കൂടുതൽ വഷളാക്കുന്ന ഒന്നായിട്ട് തന്നെയാണ് UK കാണുന്നത്.
സൈബർ സുരക്ഷയും ചാരവൃത്തിയും സംബന്ധിച്ച ആശങ്കകളാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. UK, ചൈന, UK, റഷ്യ ബന്ധങ്ങളിൽ സൈബർ സുരക്ഷ ഒരു നിർണായക മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. സമീപ വർഷങ്ങളിൽ UKയുടെ നാഷണൽ സൈബർ സുരക്ഷാ കേന്ദ്രവും മറ്റ് 5S അംഗരാജ്യങ്ങളും ചേർന്ന് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്ന സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത സൈബർ ഭീഷണികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ ചാരവൃത്തിയും സൈബർ കടന്നുകയറ്റവും പോലുള്ള സംഭവങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സൈബർ കഴിവുകളെയും ഉദ്ദേശങ്ങളെയും കുറിച്ചുള്ള UKയുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇത് സൈബർ സുരക്ഷാ നടപടികളിലും അടിസ്ഥാന സൗകര്യ സംരക്ഷണത്തിലും കൂടുതൽ നിക്ഷേപം നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അടുത്തത് മനുഷ്യാവകാശങ്ങളും ധാർമ്മിക വ്യത്യാസങ്ങളുമാണ്. ചൈനയിലെയും റഷ്യയിലെയും മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ UKയുടെ നിലപാട് ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കിയെന്ന് വേണം പറയാൻ. സിൻജിയാങ്ങിലെ ഉഗ്ഗൂർ മുസ്ലിങ്ങളോടുള്ള പെരുമാറ്റം, ഹോങ്കോങ്ങിലെ സ്വതന്ത്ര പോരാട്ടങ്ങളുടെ അടിച്ചമർത്തൽ, ഉക്രൈനിലെ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ UK സർക്കാർ മനുഷ്യാവകാശ രേഖകളെ വിമർശിച്ചിട്ടുണ്ട്. പ്രതികരണമായി UK ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രതികാര നടപടികളിലേക്കാണ് നയിച്ചത്. ഈ ധാർമ്മിക വ്യത്യാസങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള വിശാലമായ പ്രത്യയശാസ്ത്ര വ്യത്യാസങ്ങളെ അടിവരയിടുകയും ഇടപെടലിനോടുള്ള UKയുടെ ജാഗ്രതയുള്ള സമീപനത്തിന് ഒരുപാട് സംഭാവന നൽകുകയും ചെയ്തു. സാമ്പത്തിക പരസ്പരാശ്രിതത്വവും തന്ത്രപരമായ ദുർബലതകളും ഇതിലുണ്ട്. റഷ്യയുമായും ചൈനയുമായും UK ഗണ്യമായ സാമ്പത്തിക ബന്ധം പങ്കിടുന്നുണ്ടെങ്കിലും ഈ പരസ്പര ആശ്രിതത്വം തന്ത്രപരമായ ദുർബലതകളെയും തുറന്നു കാട്ടുന്നുണ്ട്. ആഗോള സെമി കണ്ടക്ടർ വ്യവസായത്തിൽ തായ്വാന്റെ നിർണായക പങ്ക് ഈ മേഖലയിലെ ഏതൊരു സംഘർഷവും UKക്ക് ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതാണ്. സൈനിക ഉപകരണങ്ങളുടെയും ദൈനംദിന ഉപഭോക്തൃ ഇലക്ട്രോണിക്സിന്റെയും നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ ലോകത്തിലെ ഏറ്റവും നൂതനമായ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ഒരു പ്രധാന ഭാഗം തായ്വാനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തായ്വാനെ ചൊല്ലിയുള്ള സംഘർഷം ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും UKയിൽ ക്ഷാമത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാവുകയും ചെയ്യും. ഈ ബഹുമുഖ വെല്ലുവിളികൾക്ക് മറുപടിയായി UK അതിന്റെ സൈനിക കഴിവുകൾ വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി ഒരു തന്ത്രപരമായ പ്രതിരോധ അവലോകനം ആരംഭിച്ചു കഴിഞ്ഞു. ആഭ്യന്തര സുരക്ഷ, ഉക്രൈനുള്ള പിന്തുണ, സായുധ സേനകളുടെ ആധുനികവൽക്കരണം, ആണവ പ്രതിരോധം, നാറ്റോയിൽ UKയുടെ തുടർച്ചയായ നേതൃത്വം എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിലാണ് അവലോകനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2027 ആകുമ്പോഴേക്കും പ്രതിരോധ ചെലവ് GDPയുടെ 2.5% ഉയർത്താനും തുടർന്നുള്ള പാർലമെന്റിൽ ഇത് 3% ഉയർത്താനും UK ലക്ഷ്യമിടുന്നുണ്ട്. റഷ്യയും ചൈനയും ഉയർത്തുന്ന തന്ത്രപരമായ വെല്ലുവിളികളെ നേരിടാനുള്ള UKയുടെ പ്രതിബദ്ധതയാണ് ഈ നിക്ഷേപം പ്രതിഫലിപ്പിക്കുന്നത്. റഷ്യയുമായോ അതുപോലെ ചൈനയുമായോ UK സംഘർഷത്തിന് ശ്രമിക്കുന്നില്ലെങ്കിലും തന്ത്രപരവും പ്രത്യയശാസ്ത്രപരവും സാമ്പത്തികവുമായ ഘടകങ്ങളുടെ സംഗമം അതിന്റെ പ്രതിരോധ നിലപാടിന്റെയും വിദേശ നയത്തിന്റെയും പുനർമൂല്യനിർണ്ണയം അനിവാര്യമാക്കിയിട്ടുണ്ട്. സഖ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സൈനിക സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള UKയുടെ ശ്രമങ്ങൾ ഈ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളുടെ സങ്കീർണതകൾ പരിഹരിക്കാനുള്ള സമഗ്രമായ സമീപനത്തെയാണ് കാണിക്കുന്നത്. ഈ വെല്ലുവിളികളെ മുൻകൈയെടുത്ത് അഭിസംബോധന ചെയ്യുന്നതിലൂടെ UK അതിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോള സ്ഥിരതയ്ക്ക് ഒരുപാട് സംഭാവന നൽകുകയുമാണ് ചെയ്യുന്നത്. ഒരു കാലത്ത് ആഗോള ശക്തിയായിരുന്ന ബ്രിട്ടൻ ഇന്ന് പ്രശ്നങ്ങളുടെ വക്കിലാണ്. സാമ്പത്തിക പ്രകടനം, സോഫ്റ്റ് പവർ, ഊർജ്ജ സുരക്ഷ, അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ മാറ്റം പ്രകടവുമാണ്. റഷ്യയും ചൈനയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ബ്രിട്ടന്റെ സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ മേഖലകളിലെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ച കുറയുന്ന പ്രവണത കാണിക്കുന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന്. 2025 ബ്രിട്ടന്റെ GDP വളർച്ച 1.2% പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മുൻ കണക്കുകളേക്കാൾ കുറവാണ്. ബ്രെക്സിറ്റിന്റെ ഫലമായി യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര ബന്ധങ്ങൾ ദുർബലപ്പെട്ടിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ബ്രിട്ടന്റെ കയറ്റുമതികൾക്കും തിരിച്ചടിയായി. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറുകൾ പോലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനും സാധിച്ചിട്ടില്ല. ബ്രിട്ടൻ സോഫ്റ്റ് പവറിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നെങ്കിലും ഇപ്പോൾ ചൈന അതിനെ മറികടന്നിട്ടുണ്ട്. 2025 ഗ്ലോബൽ സോഫ്റ്റ് പവർ ഇൻഡെക്സിൽ ചൈന 2ാമത് സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ബ്രിട്ടൻ 3ാമത്തെ സ്ഥാനത്തേക്ക് താഴുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് കൗൺസിലിന്റെ ബജറ്റ് കുറവുകളും BBC വേൾഡ് സർവീസിന്റെ ഫണ്ടിംഗ് കുറവുകളും ബ്രിട്ടന്റെ സാംസ്കാരിക സ്വാധീനത്തെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. റഷ്യയുടെ ആക്രമണങ്ങൾക്കും ചൈനയുടെ സൈനിക ശാക്തികവൽക്കരണത്തിനും മറുപടിയായി ബ്രിട്ടൻ തന്റെ പ്രതിരോധ നയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. 2025 സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ പ്രകാരം 2027 പ്രതിരോധ ചെലവ് GDPയുടെ 2.5% ഉയർത്താൻ പദ്ധതിയുമുണ്ട്. ഇത് ബ്രിട്ടന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപ്പിലാക്കുന്നത്.
ഉയർന്ന ഉൽപാദന ചെലവുകളും നാഷണൽ ഇൻഷുറൻസ് വർധനവും തൊഴിലാളികളുടെ വേതന വർധനവും ബ്രിട്ടന്റെ ഉള്ളിലെ വ്യവസായങ്ങൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതാണ്. ഇത് നിക്ഷേപം കുറയാനും തൊഴിൽ നഷ്ടങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട്. റഷ്യയും അതുപോലെ ചൈനയുമായി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ബ്രിട്ടന്റെ പരമ്പരാഗത പ്രാധാന്യത്തെ ബാധിക്കുന്നുണ്ട്. സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ ബ്രിട്ടൻ പുതിയ വെല്ലുവിളികളെ നേരിടുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് മറികടക്കാൻ ബ്രിട്ടൻ തന്റെ നയങ്ങളിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അത്യന്തം അനിവാര്യമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഒരിക്കൽ സാമ്രാജ്യത്വത്തിന്റെ വാക്കായി നിന്ന ബ്രിട്ടന്റെ അവസ്ഥയ്ക്ക് കാരണം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.